ശ്രീ അൽനബർ, ഈ കണക്കുകൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് ജൻ കി ബാത്തിൻ്റെ സർവേയാണ്. എനിക്ക് ഏറെ കൗതുകം തോന്നിയ ആ ജൻ കി ബാത്തിൻ്റെ സർവേ ഉണ്ട്. കാരണം അവരുടെ ഡീറ്റെയിൽ ആയിട്ടൊരു സർവേ വന്നതിൽ ഏറ്റവും ശ്രദ്ധേയം NDA സഖ്യം നേടാൻ പോകുന്നത് 50% വോട്ടാണ് എന്ന ഒരു കണക്ക് അവർ പുറത്തുവിടുന്നു. വോട്ടിംഗ് ശതമാനം പരിശോധിച്ചാൽ 50% വോട്ട് ഇന്ത്യ മുന്നണി നേടാൻ പോകുന്നത് 35% വോട്ട്. അതിൽ സീറ്റ് ഷെയറോട് പരിശോധിച്ചാൽ NDA സഖ്യം 377 ഏറ്റവും ഉയർന്ന സീറ്റ് നില പ്രവചിച്ചിരിക്കുന്ന ഒരു. പക്ഷേ ഈ ഘട്ടത്തിൽ ഇപ്പോൾ NDAക്ക് 359 വരെയായിരുന്നു റിപ്പബ്ലിക്. അതെ, 377 സീറ്റുകൾ. അവിടെയും ഇന്ത്യ സഖ്യം 200 കടക്കുന്നില്ല, 151 മാത്രമാണ് അവിടെ വരുന്നത്. BJPയുടെ മാത്രമുള്ള കണക്കുകൾ പരിശോധിച്ചാൽ BJPക്ക് 327 സീറ്റും കോൺഗ്രസിന് 52 സീറ്റുമാണ് അവരുടെ ഒരു പ്രവചനം പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് കേരളവും തമിഴ്നാടും അല്ലെങ്കിൽ ദക്ഷിണ ഭാരതം വിട്ടുകഴിഞ്ഞാൽ പിന്നീട് വളരെ പരിതാപകരമാണ് ഈ കണക്കുകൾ പരിശോധിച്ചാൽ, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. യെസ്, രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീജിത്ത് പണിക്ക, N. ശ്രീകുമാർ, അഡ്വക്കേറ്റ് BN ഹസ്ക എന്നിവരും ചേരുന്നു. ഞാൻ ആദ്യം ശ്രീജിത്തിലേക്ക് പോവുകയാണ്. ശ്രീജിത്ത്, എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. കേരളത്തിൽ NDA അക്കൗണ്ട് തുറക്കും. എല്ലാവരും ഉറ്റുനോക്കുന്നതാണ് കേരളത്തിൽ എത്ര വരെ സീറ്റുകൾ കിട്ടും എന്ന്. രണ്ടാമത്തെ കാര്യം, ദക്ഷിണേന്ത്യയിൽ BJPക്ക് മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുന്നു. കർണാടകത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരുന്നത്. ഹിന്ദി ഹൃദയഭൂമി അവിടെ മൊത്തം തൂത്തുവാരും എന്നാണ് പറയുന്നത്. ഈ ഇന്ത്യ സഖ്യം അവർ പ്രതീക്ഷ അർപ്പിച്ച ഡൽഹി, അതുപോലെ ബംഗാൾ, അതുപോലെ ബീഹാർ, കർണാടകം ഇവിടങ്ങളിലെല്ലാം അവർക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. പൊതുവെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രീജിത്ത് നോക്കിക്കാണുന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ള മുന്നേറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ ഈ ഫലത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ രണ്ട് തരത്തിലുള്ള ഫലങ്ങളാണ് വരാറുള്ളത്. ഒന്ന് ഈ പ്രീ പോൾ സർവേകളാണ്, രണ്ട് എക്സിറ്റ് പോളുകളാണ്. അപ്പോൾ ഈ പ്രീ പോൾ സർവേകൾ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ അത് പെയ്ഡ് സർവേ ആകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ മുന്നണിക്കോ അവർക്ക് പണമിറക്കി ഏതെങ്കിലും ഒരു ഏജൻസി എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരിലേക്ക് ഒരു പൊതുവെ ഒരു പ്രതീതി ഇന്ന പാർട്ടി അല്ലെങ്കിൽ ഇന്ന മുന്നണിയാണ് ജയിക്കാൻ പോകുന്നത് എന്ന രീതിയിലത്തേക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ ഈ പ്രീ പോൾ സർവേകളൊക്കെ തന്നെ സഹായിക്കും. നേരെ മറിച്ച് എക്സിറ്റ് പോൾ സർവേകൾ സ്പോൺസർ ചെയ്തുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ഗുണവും ആർക്കും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ വോട്ടെല്ലാം പെട്ടിയിലായി കിടക്കുകയാണ്. അപ്പൊ പിന്നെ ഒരു നറേറ്റീവ് ഉണ്ടാക്കിയത് കൊണ്ട് 2-3 ദിവസം കൊണ്ട് ഒരു കാര്യവുമില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എക്സിറ്റ് പോളുകൾ ആക്യുറേറ്റ് ആവുക എന്ന് പറയുന്നത് എക്സിറ്റ് പോൾ നടത്തുന്ന ഏജൻസികൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. കാരണം ഇതൊരു ക്രെഡിബിൾ ഏജൻസിയാണ് എന്ന രീതിയിലത്തേക്കുള്ള പേരാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിലുള്ള ചില ഏജൻസികൾ വളരെ വലിയ രീതിയിലുള്ള പ്രശസ്തി നേടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു ഏജൻസി അല്ല, നേരെ മറിച്ച് ഏതാണ്ട് എല്ലാ ഏജൻസികളും ഒരേ തരത്തിലുള്ള ഒരു പാറ്റേൺ ആണ്. ഈ സീറ്റുകളിലുള്ള ചെറിയ വ്യത്യാസം, ഏറ്റക്കുറച്ചിലുകൾക്കൊക്കെ അപ്പുറത്തേക്ക് ഒരേ സൂചനകളാണ് തരുന്നത്. അതായത് BJPക്ക് വലിയ മുന്നേറ്റം, NDAക്ക് വലിയ മുന്നേറ്റം, വലിയ ഭൂരിപക്ഷത്തിലേക്ക് വരുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പോകുന്ന ഘട്ടത്തിൽ NDAക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകളിലേക്ക് എത്താനുള്ള ഒരു സാധ്യത. കാരണം നമുക്കറിയാമല്ലോ, ഈ കർഷക സമരവും മറ്റും നടന്നതിന് ശേഷം കുറേയധികം ആൾക്കാരൊക്കെ തന്നെ NDA ഉപേക്ഷിച്ച് പോയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 340+ സീറ്റുമായിട്ടാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ അതിനേക്കാൾ കൂടുതൽ മുന്നിലേക്ക് വരിക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇപ്പോഴുള്ള ഈ ഒരു പാറ്റേണിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒപ്പം ഇത് ഒരുപക്ഷെ കണ്ണു തുറപ്പിക്കേണ്ടത് നമ്മുടെ നാട്ടിലുള്ള കുറേയധികം മാധ്യമ പ്രവർത്തകരെ കൂടിയാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രചരണ രംഗത്ത് അതിന്റെ ഒരു കവറേജ് ആരംഭിച്ചതിന് ശേഷം നമ്മുടെ നാട്ടിലുള്ള പല മാധ്യമ പ്രവർത്തകരും പല മാധ്യമ സ്ഥാപനങ്ങളും ഏത് രീതിയിലത്തേക്കാണ് വാർത്തകൾ പ്രക്ഷേപണം ചെയ്തത്, ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് എന്ന രീതിയിലത്തേക്ക് എങ്ങനെയൊക്കെയാണ് ചെയ്തത് എന്നുള്ളതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പൊ അതെല്ലാം തന്നെ ഇന്ത്യ സഖ്യം ഇതാ ജയിക്കാൻ പോകുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രതീതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് ചേരുന്ന രീതിയിലത്തേക്കാണ് ഇനി ജൂൺ 4-ാം തീയതി ഫലം വരാൻ പോകുന്നത് എങ്കിൽ അവരൊരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാകേണ്ടതാണ് എന്നതുകൂടിയാണ് പറയാനുള്ളത്. കാരണം പോൾ ഓഫ് പോൾസ് എന്നാണല്ലോ നമ്മൾ പറയുക. ഇതിന്റെ എല്ലാം കൂടെ മൊത്തത്തിലുള്ള കണക്ക് കാണിക്കുന്ന സമയത്ത് നിലവിൽ NDAക്ക് വളരെ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷമുണ്ട്. ഇനി ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ട് ഓരോ സംസ്ഥാനത്തും ഏതൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെ പറ്റി എല്ലാം തന്നെ ഈ മാധ്യമങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തതാണ്. പക്ഷെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ആയിരുന്നില്ല പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സർക്കാരിനെ ഓവർത്രോ ചെയ്യണമെങ്കിൽ, അതിനെ മാറ്റണമെങ്കിൽ അവർക്കെതിരെ ഒരു വലിയ ജനവികാരം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. ആ ജനവികാരം ഉണ്ടാകുമ്പോൾ അത് ഒരുപക്ഷെ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും, തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കും എല്ലായിടത്തും ഒരേപോലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അങ്ങനെ ഒരു
വികാരത്തിന്റെ ഒരു വേവ് നമ്മൾ ആരും തന്നെ കണ്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിഷയത്തിനെ എടുത്തതിന് ശേഷം അതാണ് ഏറ്റവും വലിയ വിഷയം എന്ന രീതിയിലത്തേക്ക് ചർച്ച ചെയ്യാം. പക്ഷേ രാജ്യം മൊത്തം വ്യാപിച്ച രീതിയിലുള്ള ഒരു വലിയ അഴിമതി എന്ന രീതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ കലാപം എന്ന രീതിയിലോ ഒരു പാൻ ഇന്ത്യ ഇഫക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധ്യമായിട്ടുള്ള BJP-യെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിയിലത്തേക്കുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നമുക്ക് മണിപ്പൂരിലെ വിഷയം അറിയാം, മറ്റു ചില ആരോപണങ്ങളെ പറ്റി അറിയാം. പക്ഷെ അതെല്ലാം തന്നെ ഒരു പക്ഷേ രാജ്യത്ത് എല്ലായിടത്തും ഒരേപോലെ തന്നെ ആപ്ലിക്കബിൾ ആവുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഡെവലപ്പ് ചെയ്തില്ല എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ എന്തൊക്കെയാണ്, ഒരു സർക്കാരിന് എത്രത്തോളം ഇടപെടലുകൾ ഈ ഓരോ വിഷയത്തിലും നടത്താം എന്നതിനെ പറ്റി ഒരു പക്ഷേ ജനങ്ങൾ കൂടുതൽ അവെയർ ആയിരുന്നു എന്നാണ് ഈ ഫലം സൂചിപ്പിക്കുന്നത്. അതല്ല എങ്കിൽ ഈ രീതിയിലത്തേക്കുള്ള ഒരു ഫലം അവിടെ ഉണ്ടാകേണ്ടതില്ല. ഇനി മറ്റൊന്ന്, ഈ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നതിനെ ആൾക്കാർ വിശ്വാസത്തിലെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറയുന്നത്, സപ്പോസ് ഈ പറയുന്ന കണക്കിലേക്കൊന്നും തന്നെ BJP അല്ലെങ്കിൽ NDA മുന്നണി വരുന്നില്ല എന്ന് കരുതിക്കോളൂ. ഭരിക്കാൻ ആവശ്യമായിട്ടുള്ള 272 സീറ്റ് എന്നതിലേക്ക് മാത്രം, അതായത് 300 സീറ്റിൽ താഴെ മാത്രമാണ് NDA സഖ്യം മൊത്തത്തിൽ വരുന്നത് എന്ന് തന്നെ കരുതിക്കോളൂ. എങ്കിൽ പോലും ഞാൻ കരുതുന്നത് 2014-ലോ 2019-ലോ അവർ നേടിയിരുന്ന വിജയത്തിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട വിജയമായിരിക്കും അത് എന്ന് തന്നെയാണ്. അതിനുള്ള 2 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഒന്ന്, 10 വർഷം ഇത്രയും വലിയ രീതിയിലുള്ള എതിർപ്പുകൾ നേരിട്ടതിന് ശേഷവും രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ നേരിട്ടതിന് ശേഷവും 10 വർഷം ഭരിച്ചതിന് ശേഷം വീണ്ടും ഒരു 5 വർഷത്തേക്കുള്ള ഒരു മാൻഡേറ്റ് കേവല ഭൂരിപക്ഷത്തോടു കൂടി ഒരു മുന്നണിക്ക് കിട്ടുകയാണെങ്കിൽ അതിനർത്ഥം 10 വർഷം കൊണ്ട് പോലും ഒരു വലിയ ആന്റി ഇൻകംബൻസി ഇഫക്റ്റ് ഉണ്ടാക്കാനായിട്ട് പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആൾക്കാർ ആ ഒരു അവരുടെ ഒരു പ്രൊപ്പോസൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊപ്പോസിഷൻ വാങ്ങിയില്ല എന്ന് വേണം നമ്മളത് മനസ്സിലാക്കാൻ. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2014-ലോ 2019-ലോ ഉണ്ടായിരുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. അമേരിക്കയിലൊക്കെ ഈ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുന്ന രീതിയിലുള്ള ഒരു 2 പാർട്ടി സിസ്റ്റം എന്ന രീതിയിലത്തേക്ക് ഇഫക്റ്റീവ്ലി നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം ഈ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് മാറിയിരുന്നു. NDA എന്ന് പറയുന്ന പാർട്ടി ഒരു ഭാഗത്തും INDIA മുന്നണി എന്ന് പറയുന്ന ഒരു പാർട്ടി മറ്റൊരു ഭാഗത്തും എന്ന നിലയ്ക്ക് കാര്യങ്ങളൊക്കെ മാറിയിരുന്നു. അപ്പൊ 2014-ലോ 2019-ലോ കോൺഗ്രസിനെതിരെ, RJD-ക്കെതിരെ, തൃണമൂൽ കോൺഗ്രസിനെതിരെ, DMK-ക്കെതിരെ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പാർട്ടികൾക്കെതിരെ എല്ലാം മത്സരിച്ചിരുന്ന BJP ഇന്ന് ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരൊറ്റ സഖ്യത്തിന് നേരെ മത്സരിക്കുന്നു. അതായത് നമ്മൾ ഈ പറഞ്ഞു കഴിഞ്ഞാൽ മുള്ളുമുരുക്കി, മൂർക്കം പാമ്പ്, കല്ല് കരട്, കാഞ്ഞിരക്കുറ്റി എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ശക്തി ഒരു ഭാഗത്ത് നിൽക്കുകയും അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരാൾ മാത്രം നിൽക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ പ്രതിപക്ഷ കക്ഷികളും എതിർത്തതിന് ശേഷവും ജയിക്കാനായിട്ട് 272 സീറ്റിലേക്ക് വരാൻ കഴിഞ്ഞുവെങ്കിൽ അത് ഏറ്റവും വലിയ വിജയമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ഇനി ഇത് എത്രത്തോളം ഇത് 377 വരെ സീറ്റുകൾ കിട്ടുന്നതാണ് ഇപ്പോ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഉമേഷ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ജൻ കി ബാത്തിന്റെ 377 ആണ്. മാത്രമല്ല 50%-ലധികം വോട്ട് NDA ക്യാമ്പിനുണ്ട് എന്നൊരു സർവേ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അല്ല, ഇത് നോക്കൂ, ഇത് കഴിഞ്ഞ തവണ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 37% മറ്റോ വോട്ട് BJP-ക്ക് കിട്ടിയിരുന്നപ്പോൾ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു തന്ത്രമുണ്ടായിരുന്നു. ഇന്ത്യയിലെ 63% ആൾക്കാരും ഇവർക്കെതിരാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന് കിട്ടിയിരിക്കുന്ന ശതമാനം എത്രയാണ്, കോൺഗ്രസിന് എത്ര ശതമാനം ആൾക്കാർ എതിരാണ്, മറ്റു ഓരോ പ്രതിപക്ഷ പാർട്ടികൾക്കും കിട്ടിയിരിക്കുന്ന ശതമാനം വോട്ടുകൾ എത്രയാണ്, എത്ര പേർ അവർക്കെതിരാണ് എന്നുള്ള കണക്കിനെ പറ്റി അവർ മിണ്ടില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കുറച്ച് ആൾക്കാർ മാത്രം എതിർക്കുന്ന പാർട്ടി എന്നത് BJP അല്ലെങ്കിൽ അവരുടെ NDA മുന്നണി എന്നുള്ളതാണ്. അതാണ് ഏറെക്കുറെ എല്ലാ സർവേയും, ശ്രീ പണിക്കർ ഒന്ന് ഇടപെടുന്നുണ്ട്, വിഷമം തോന്നുന്നത് ഏറെക്കുറെ എല്ലാ സർവേയും 48% മുകളിൽ വോട്ട് NDA ക്യാമ്പിനുണ്ട് എന്ന് പ്രവചിക്കുന്നുണ്ട്. ഏറെക്കുറെ എല്ലാ സർവേകളും. എന്താ 45-ന് മുകളിലാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. റിപ്പബ്ലിക്കിൻ്റേത് 48ആണ്. നേരത്തെ പറഞ്ഞ ജൻ കി ബാത്ത് 50% പറയുന്നു. അങ്ങനെ എല്ലാ ഒരു നല്ല ശതമാനം സർവേകളും 48%-നും 45-നും 50-നും ഇടയ്ക്ക് വോട്ട് ശതമാനം NDA ക്യാമ്പിലേക്ക് ഉണ്ട് എന്ന് പറയുന്നുണ്ട് ശ്രീ പണിക്കർ. നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഈ കഥാപാത്രങ്ങളെല്ലാം ഒത്തുചേർന്നിട്ടും അതെ, ഒരു ഏൽപ്പിക്കാൻ പോലും സാധിച്ചിട്ടില്ല. ഉത്തർപ്രദേശ് പോലെ ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ് മത്സരിക്കുന്നത് കേവലം 17 സീറ്റിലാണ്. ഒരു കാലത്ത് കോൺഗ്രസ് ആരായിരുന്നു ഉത്തർപ്രദേശിൽ? അങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും നേരത്തെ പറഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ചിത്രത്തിൽ നിന്ന് കോൺഗ്രസ് അങ്ങനെ അപ്രസക്തമായിക്കൊണ്ട് പോകുന്നു. ഇപ്പോൾ വന്ന കണക്കുകൾ 150-ൽ താഴെയാണ് പല സർവേകളും പറയുന്നത്. എന്നാൽ പോലും കണക്കുകൾ കൂടി പരിശോധിച്ചാൽ കേരളത്തിൽ 17 സീറ്റുണ്ട്, തമിഴ്നാട്ടിൽ സഖ്യകക്ഷിയായി മത്സരിക്കുമ്പോൾ കുറച്ച് സീറ്റുകൾ കിട്ടുന്നു. അങ്ങനെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് ജയിക്കുന്നു എന്നതല്ലാതെ കാര്യമായ ഒരു ചലനം ഒരു സംസ്ഥാനത്തും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. മഹാരാഷ്ട്രയിൽ കുറച്ച് സീറ്റുകൾ കിട്ടും എന്നാണ് പറയുന്നത്. പക്ഷേ അത് കോൺഗ്രസ് തനിച്ചുണ്ടാക്കുന്ന ഇതാണോ എന്ന് അറിയില്ല, ആ ഒരു അപ്രമാദിത്വം എന്ന് അത് നമ്മൾ നോക്കിയപ്പോൾ മഹാരാഷ്ട്രയിൽ മാത്രമാണ് ഇപ്പോൾ ഒരു തിരിച്ചടി കാണുന്നത്.
നോക്കൂ, അത് സ്വാഭാവികമാണ്. കാരണം ഈ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് പാർട്ടി ഏത് മുന്നണിയിലാണ്, അവരുടെ ലോയൽറ്റീസ് എവിടെയാണ് എന്ന കാര്യവുമായി ബന്ധപ്പെട്ടും ചില പാർട്ടികൾ ആരുടെ കയ്യിലാണ് നിൽക്കേണ്ടത്, ആരാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നതിനെ പറ്റിയൊക്കെ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക, അത് അമർഷമായിട്ട് മാറുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സ്വാഭാവികമാണ്. അപ്പോൾ അത് ഒരുപക്ഷെ ചിട്ടയായിട്ടുള്ള ഒരു സംഘടനാ പ്രവർത്തനത്തിൽ കൂടി മാത്രം മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അവിടെ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ വികാസങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു റെക്യുപ്പറേഷൻ ടൈം ഒരു പക്ഷേ മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ അവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു തിരിച്ചടി കിട്ടാനുള്ള സാധ്യത എവിടെയുണ്ട്. അത് അങ്ങനെ തന്നെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉണ്ടാകണമെന്ന് നിർബന്ധവുമില്ല എന്നുള്ളത് ഒരു വശം. കാരണം അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രബല കക്ഷി എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ ശിവസേനയാണ്. ആ ശിവസേന തന്നെ രണ്ട് വിഭാഗങ്ങളായിട്ട് നിൽക്കുന്നു. ഇവരുടെ എല്ലാം കോർ ഐഡിയോളജി എന്ന് പറയുന്നത് റൈറ്റ് വിങ് ആണ്. ഒരുപക്ഷെ BJP-യേക്കാൾ കുറച്ചുകൂടി ഫാർ റൈറ്റ് ആയിട്ടുള്ള ആശയങ്ങളാണ്. അപ്പോൾ അത് ആൾക്കാർ ഏത് രീതിയിലത്തേക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരു പക്ഷേ അൺപ്രഡിക്റ്റബിൾ ആയിരിക്കാം. ഇനി ഈ ഒരു ഫലം അല്ലെങ്കിൽ ഇതിന് ചേരുന്ന രീതിയിലത്തേക്കുള്ള ഒരു റിസൾട്ടാണ് വരുന്നത് എങ്കിൽ രണ്ട് ഓപ്ഷൻസ് മാത്രമാണ് പിന്നീട് പ്രതിപക്ഷ കക്ഷികൾക്കുള്ളത്. ഒന്ന്, പതിവ് പോലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുക എന്നുള്ളതാണ്. ഇന്ന് ഇതിനോടകം തന്നെ ചില മാധ്യമങ്ങളിൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ EVM-നെ കുറ്റം പറഞ്ഞ ആൾക്കാർ തുടങ്ങിയിരുന്നു. ഇനി രണ്ടാമത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പൂർണ്ണമായിട്ടുമുള്ള ഒരു പ്രൊപ്പഗൻഡയുടെ പേരിൽ മാത്രമായിട്ട് BJP ഇങ്ങനെ ജയിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ വലിയ പ്രൊപ്പഗൻഡയുടെ ഭാഗമായിട്ട് മാധ്യമങ്ങളെയൊക്കെ സ്വാധീനിച്ചു എന്ന രീതിയിലത്തേക്കുള്ള പതിവ് വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ പറയാം എന്നതിനപ്പുറത്തേക്ക് നിലവിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് ആശ്വസിക്കാനായിട്ടുള്ള എന്തെങ്കിലും വകയുണ്ട് എന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ ഇതിന്റെ ഒരു റിഫ്ലക്ഷന്റെ ഭാഗമായിട്ടായിരിക്കാം ഈ എല്ലാ പാർട്ടികളും സത്യസന്ധമായിട്ട് സ്വയം ഒരു ഇന്റേണൽ അസസ്മെന്റ് നടത്തുമല്ലോ. ഒരുപക്ഷെ അതിന്റെ ഭാഗമായിട്ടായിരിക്കാം കോൺഗ്രസ്സുകാർ അവരുടെ പ്രതിനിധികളെ എക്സിറ്റ് പോൾ ചർച്ചകൾക്ക് വിടേണ്ട എന്ന് തീരുമാനിച്ചത്. ഒരുപക്ഷെ അമിത ആത്മവിശ്വാസം, ഈ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഇത്തിരി കടന്ന് അമിത ആത്മവിശ്വാസം തന്നെ ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ അവസാന ഘട്ടത്തിൽ ലാസ്റ്റ് ഫേസ് പോളിംഗ് നടക്കുകയും ഒരുപക്ഷെ മറ്റ് ചർച്ചകൾക്കും ഒക്കെ കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ട സമയത്ത് ഒരു 48 മണിക്കൂർ സമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ ചെലവഴിക്കാം എന്നൊക്കെ തീരുമാനിച്ചത് ഒരുപക്ഷെ ആത്മവിശ്വാസത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കാം. അതല്ല എങ്കിൽ ഈ ഒരു സമയത്ത് അങ്ങനെ ആൾക്കാരാരെങ്കിലും ചെയ്യുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഈ വന്നിരിക്കുന്നതുമായി ചേർന്ന് നിൽക്കുന്ന രീതിയിലത്തേക്കാണ് ഇത് വരുന്നത് എങ്കിൽ ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് അവസാനം പറയാൻ കഴിയുന്ന ഒരൊറ്റ കാര്യം, 400 സീറ്റിന് മുകളിലേക്ക് പോയില്ല, അത് BJP-യുടെ ഒരു പരാജയമാണ് എന്ന രീതിക്ക് പറയാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 272. അല്ല ശ്രീജിത്ത്, അത് തന്നെ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. 400 സീറ്റ് ഞാൻ പറഞ്ഞല്ല, ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് 400-നപ്പുറത്തേക്ക് പോകും എന്ന്. മാത്രമല്ല, നോക്കൂ, ഈ അവസാന ആദ്യ 2 ഘട്ട വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ഈ 400+ എന്ന മുദ്രാവാക്യം ഉയർത്തി കാട്ടിയപ്പോഴൊക്കെ പിന്നീട് പ്രതിപക്ഷ പാർട്ടികൾ മത്സരിച്ചത് BJP തോൽപ്പിക്കാനല്ല, ഇവരെന്തെങ്കിലും 400 കടക്കാതിരിക്കുക എന്നൊരു തന്ത്രത്തിലേക്ക് മാറി. തങ്ങൾക്ക് ജയിക്കുക എന്നുള്ളതല്ല, BJP 400 കടക്കാൻ പാടില്ല, ആ ഒരു നിർബന്ധ ബുദ്ധിയായിരുന്നു. അവിടെയൊക്കെ BN അസ്ക കേരളത്തിൽ സംപൂജ്യരാകും എന്നാണ് പറയുന്നത്. ABPC സർവേ അവർ പറയുന്നത് അങ്ങനെ തെറ്റാറില്ല, ആധികാരികമായിട്ടാണ് അവർ പറയാറുള്ളൂ. അപ്പോൾ ഇവിടെ സംപൂജ്യമാണെന്ന് പറയുന്നത്, പിന്നെ നിങ്ങളല്ലേ പറഞ്ഞത് കേരളത്തിൽ താമര വിരിയിക്കില്ല എന്ന്. പക്ഷേ പുറത്തു വന്ന എല്ലാ സർവേകളിലും കൃത്യമായിട്ട് പറയുന്നു 1 തൊട്ട് 3 വരെ സീറ്റുകൾ കിട്ടും എന്ന്. ഇനിയും ബലദേവ് പറഞ്ഞതുപോലെ BJP അക്കൗണ്ട് തുറക്കില്ല എന്ന് ആവർത്തിക്കരുത്, ദയവ് ചെയ്ത് പ്ലീസ്. നമ്പ്യാർ, ഇതില് സെഫോളജിയിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരാളല്ല. കാരണം ശാസ്ത്രീയമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ സെഫോളജി എന്ന് പറയുന്ന ഒരു ശാഖയെ അങ്ങനെ കണക്കിലെടുക്കാൻ കഴിയില്ല. 2004-ലും 2014-ലും ഇന്ത്യയിൽ എല്ലാ പ്രവചനങ്ങളെയും ഞെട്ടിച്ചുകൊണ്ടാണ് വിധി വന്നിട്ടുള്ളത്. ഇത് 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ഡൽഹി അടക്കം ഛത്തീസ്ഗഡ് അടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ എല്ലാ അർത്ഥത്തിലും ഞെട്ടിച്ചുകൊണ്ട് തിരിച്ചെടുത്ത് ഉണ്ടാകുന്നതാണ് നാം കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഒരു തരത്തിലും ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ 3 ദിവസം കൂടി കാത്തിരിക്കും. കേരളത്തിൽ നിങ്ങളിപ്പോ ഈ പറയുന്ന മുഴുവൻ എക്സിറ്റ് പോൾ പ്രവചനങ്ങളും കേരളത്തിൽ NDA അക്കൗണ്ട് തുറക്കുമെന്ന് കരുതുന്നു എങ്കിൽ അത് ശരിയായിരിക്കില്ല. പെറ്റുണ്ടോ? നമ്മള് തെരഞ്ഞെടുപ്പ് രംഗത്ത് ജനങ്ങളുടെ മനസ്സ് അത് വെച്ചിട്ടാണല്ലോ ബെറ്റിലേക്കൊക്കെ പോകുന്നത്. അപ്പോ ഇതിൽ ഒരു കാരണവശാലും കേരളത്തിൽ NDA അക്കൗണ്ട് തുറക്കില്ല ഏത് ആത്മവിശ്വാസം തന്നെയാണ് എനിക്കുള്ളത്. ആ ആത്മവിശ്വാസത്തിന് ഒരു തരത്തിലും കോട്ടം വരികയില്ല. അല്ല, പക്ഷെ എല്ലാ സർവേ ഫലങ്ങളും ഒരുപോലെ ആവോ? എല്ലാ സർവേ ഫലങ്ങളും ഒരുപോലെ ആവോ? ഇപ്പോ പിന്നെ NDAക്ക് 0 എന്ന് പറയുന്ന ആരും ഇല്ലാന്ന് തോന്നുന്നു, അല്ലേ? യെസ്, ചുരുങ്ങിയത് ഒന്നെങ്കിലും കിട്ടുന്ന പറയുന്നത്, കൂടുതലൊന്നും പറയുന്നില്ല. 1 തൊട്ട് 3 വരെ. അസ്ക, മാത്രമല്ല, നിങ്ങൾ ഈ സാമ്പിൾസ് എടുക്കുന്നതിനെ സംബന്ധിച്ചുള്ളതാണ് ഈ സെഫോളജിയിൽ ഏറ്റവും വലിയ പശക് എന്ന് പറയുന്നത്. കേരളത്തിലും ഉത്തരേന്ത്യൻ വിശേഷ
ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സാമ്പിൾസ് എടുക്കുമ്പോൾ സ്ത്രീകളുടെ സാമ്പിൾസ് എടുക്കാൻ കഴിയാറില്ല, കഴിഞ്ഞു വന്നതായി കാണാറുമില്ല. അപ്പോൾ അങ്ങനെ അങ്ങ് അടച്ചാക്ഷേപിക്കാൻ കഴിയുമോ ഭാസ്കർ? നേരത്തെ നോക്കൂ, ഇന്ത്യ ടുഡേ അവർ നടത്തിയ സർവേയിൽ പറയുന്നുണ്ട് അവർ എത്ര ലക്ഷം സ്ത്രീ വോട്ടർമാരെ കണ്ടു, അവരുടെ പ്രായം എത്രയാണ് എന്ന്. എന്തെങ്കിലും ഇപ്പോൾ ഇരിക്കുന്നത് ഇന്ത്യ ടുഡേ ആയതുകൊണ്ട് മാത്രമാണ് അത് ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ ഓരോ സർവേയും അവർ സർവേ ഫലം മാത്രം അങ്ങനെ വെറുതെ അങ്ങനെ എയറിലേക്ക് വിടുകയല്ല. എവിടെ നിന്നൊക്കെയാണ് സർവേ എടുത്തത്, എത്ര പേർ പങ്കെടുത്തു, അവരുടെ പ്രായം എത്രയാണ്, ഏതാനും മണിക്കൂറുകൾ കാത്തിരുന്നാൽ അവർ തന്നെ ആ കണക്കുകൾ പബ്ലിഷ് ചെയ്യുമല്ലോ. അങ്ങനെ അങ്ങയുടെ കയ്യിൽ സാധനങ്ങൾ കിട്ടുമല്ലോ. ഈ 2004-ലും 2014-ലും ആക്സിസ് ഇന്ത്യ സർവേയുടെ ഇതേപോലെ തന്നെയായിരുന്നു. അവരും ഇതേ കണക്കുകളൊക്കെ വെച്ച് തന്നെയാണ് വർത്തമാനം പറഞ്ഞത്. പക്ഷെ അന്ന് വന്ന തെരഞ്ഞെടുപ്പ് ഫലം എന്തായിരുന്നു? അതാണല്ലോ ഏറ്റവും പരമപ്രധാനമായി നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയുക. അപ്പൊ അതിനെയൊക്കെ രാജ്യം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. മാത്രമല്ല BJP എന്തുകൊണ്ട് ആത്മവിശ്വാസത്തിലായിരുന്നില്ല തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ എന്നുള്ളത്? തീസരി ബാർ മോദി സർക്കാർ 400 പാർ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അന്ന് പറഞ്ഞതിൽ നിന്നും മാറി ഒടുവിൽ വിദ്വേഷ പ്രസംഗങ്ങളിലേക്ക്, രാഷ്ട്രീയ ചർച്ചകളിലേക്ക് മാറുന്ന തരത്തിലേക്ക് മാറ്റം ഉണ്ടായില്ലേ? പക്ഷേ ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ എടുത്തിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് അവരുയർത്തിയ മുദ്രാവാക്യം ഒരു ഘട്ടത്തിലും പിന്നോട്ട് പോയില്ലല്ലോ. അതാണ് ഇന്ത്യ മുന്നണിക്ക് ആത്മവിശ്വാസം നൽകുന്നത്. ആ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ മുന്നണിയുടെ അടിത്തറ. അല്ല, ആർക്കും മുദ്രാവാക്യം ഉയർത്താം, മുദ്രാവാക്യം വിളിക്കാം, പക്ഷെ അതിനൊരു റിസൾട്ട് വേണ്ട. അതിലൊരു കൗതുകമുണ്ട്. നോക്കൂ, പൗരത്വ നിയമ ഭേദഗതി ഇതിനെതിരെ കേരളത്തിൽ ഉൾപ്പെടെ കോൺഗ്രസ് ഉയർത്തിയത് വലിയ പ്രക്ഷോഭങ്ങളാണ്. രാജ്യത്തുടനീളം വലിയ പ്രക്ഷോഭം നടത്തി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ത്യ മുന്നണിക്ക് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പത്രിക ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ അങ്ങനെയൊന്നും കണ്ടില്ല. ഇനി നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തതാണ് ആണെങ്കിൽ ക്ഷമിക്കുക. ഒരു മൂലയ്ക്ക് എവിടെ ഉണ്ടായിരുന്നു കോൺഗ്രസ് ഇറക്കിയ തെരഞ്ഞെടുപ്പ് പ്രചരണ പത്രികയിൽ ഏതാണ്ട് ചില അനുച്ഛേദങ്ങളൊക്കെ ഇതൊക്കെ ഞങ്ങൾ പിൻവലിക്കുമെന്ന് പറഞ്ഞ് ന്യായീകരണമായി പറഞ്ഞതല്ലാതെ ഇന്ത്യ മുന്നണി എവിടെയാണ് ഇതിനെതിരെ സംസാരിച്ചത്? CPM-ഉം CPI-യും ഇറക്കിയിട്ടുണ്ട്. അവർക്ക് എന്താണ് ഇതിൽ? മാത്രമല്ല, പ്രകടന പത്രികയിൽ മൊത്തം ദേശവിരുദ്ധമായിട്ടുള്ള പല നിലപാടുകളല്ലേ എടുത്തിരിക്കുന്നത്? അല്ലേ? കാശ്മീരിന്റെ പ്രത്യേക പദവി തിരിച്ചുകൊടുക്കുകയുള്ള എത്ര ദേശവിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചു. അതിനെയല്ലേ ഇപ്പൊ ജനങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. അസ്ക കാത്തിരിക്കാന്നേ, 4-ാം തീയതി വരെ കാത്തിരിക്കാമല്ലോ. ഇനി 3 ദിവസത്തെ ഇവിടെ കാര്യമല്ലേ ഉള്ളൂ. ഒറ്റ കാര്യം കൂടി, ദേശീയ രാഷ്ട്രീയം കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരാളായതുകൊണ്ട് രാജസ്ഥാനിൽ ഏറെ പ്രതീക്ഷയോടുകൂടി രാജസ്ഥാനിൽ CPM മത്സരിക്കുന്ന ഒരു സീറ്റുണ്ട്, ഷിക്കാർ. അവിടുത്തെ സാഹചര്യം എങ്ങനെ മറിയുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? പ്രത്യേകിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കും, അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ പലരും മറ്റ് ദേശീയ രാഷ്ട്രീയത്തെ ചർച്ച ചെയ്ത് നേരിട്ട് പോയി അവിടെ റിപ്പോർട്ട് ചെയ്തൊരു മണ്ഡലം കൂടിയാണ് ആ മണ്ഡലം. വളരെ CPM-നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരെ സ്വാധീനമുണ്ട് എന്ന് പറയപ്പെടുന്ന മണ്ഡലം. താങ്കൾ അതിനെ ഏതെങ്കിലും തരത്തിൽ വിലയിരുത്തുന്നുണ്ടോ? അല്ല, ഷിക്കാർ തൊഴിലാളി വർഗത്തിന് ഒരു വലിയ സാമീപ്യമുള്ള ഒരു സ്ഥലമാണ്. തൊഴിലാളി സംഘടനകൾ വളരെ സജീവമാണ്. CITU-വും ഇടതുപക്ഷ തൊഴിലാളി സംഘടനകൾക്കും വലിയ സാന്നിധ്യമുള്ള ഒരു മേഖലയാണ്. സ്വാഭാവികമായും ഷിക്കാറിൽ അട്ടിമറി വിജയം നേടുന്നതിനുള്ള സാഹചര്യം ഉണ്ട് എന്നു തന്നെയാണ് ഞാൻ ഇപ്പോൾ കാണുന്നത്. പക്ഷേ എന്തായാലും കാത്തിരുന്നു കാണേണ്ട ഒരു മണ്ഡലം തന്നെയാണ്. എന്റെയും കണ്ണുകൾ, ഒരുപക്ഷെ എന്റെയും ആകാംക്ഷ ഷിക്കാർ പോലുള്ള മണ്ഡലം. അതെല്ലാം നമുക്ക് കാത്തിരുന്ന കാണാം. അസ്കർ പറഞ്ഞ പോലെ ഇനി അത്രയല്ലേ ഉള്ളൂ, മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ അല്ലേ? ഗ്രാൻഡ് ഫിനാലെ ശ്രീകുമാർ സാർ കുറെ സമയമായി കാത്തിരിക്കുകയാണ്. ശ്രീകുമാർ സാർ, ക്ഷമിക്കുക, താങ്കളിലേക്ക് എത്താൻ പൊതുവിൽ എങ്ങനെ വിലയിരുത്തുന്നു എക്സിറ്റ് പോൾ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ? ഇപ്പോൾ കേരളത്തിൽ എന്തായാലും UDF തരംഗം എന്ന് പറയുന്നു 17 സീറ്റുകൾ വരെ അല്ലേ? 17 സീറ്റുകൾ വരെ നേടും എന്ന് പറയുന്നുണ്ട്. പക്ഷേ തരംഗം എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ തവണ 19 ആയിരുന്നു. യെസ്. പക്ഷേ പുതിയ പശ്ചാത്തലത്തിൽ. പക്ഷേ ഇന്ത്യ സഖ്യം പ്രതീക്ഷ പോലെ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നല്ലേ പൊതുവിൽ മനസ്സിലാക്കേണ്ടത്? ഇതെല്ലാം സൂചനകളാണ്. ഇതിൽ പലതും ആധികാരികം എന്ന് തന്നെ നമുക്ക് പറയാം. 2014-2015 അതിന്റെ അടിസ്ഥാനത്തിൽ ആധികാരികമായിട്ട് തന്നെ നമുക്ക് എടുക്കാം. പക്ഷേ എങ്കിലും ഇങ്ങനെ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നോ? നോക്കൂ മിസ്റ്റർ നമ്പ്യാർ, അതായത് ഈ എക്സിറ്റ് പോളുകൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു സൂചനയായിട്ട് എടുക്കാം. ചിലപ്പോൾ അത് പരാജയപ്പെടാറുമുണ്ട്. എങ്ങനെ എടുത്താൽ തന്നെ ഈ സൂചനയായിട്ട് തന്നെ എടുക്കുകയാണെങ്കിൽ മൊത്തം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ എക്സിറ്റ് പോളുകളുടെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് ഈ NDA-യും അതുപോലെ ഇന്ത്യ മുന്നണിയിലും ഒരേ ലെവലിൽ വരുന്ന രീതിയിലാണ് ഞാൻ കാണുന്നത്. കാരണം 200 സീറ്റുകളോളം ഇന്ത്യ മുന്നണി എത്തുമെന്നും അത് 300-ൽ താഴെ സീറ്റുകളിൽ NDA സഖ്യം BJP സഖ്യം എത്തുമെന്നും നമുക്ക് ഏതാണ്ടൊരു ധാരണയിലെത്താം. ഇതൊരു എക്സിറ്റ് പോളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ
ഇതെങ്ങനെ വേണേൽ മാറി മറിയാം. ഇന്ത്യ മുന്നണിക്ക് മുന്നോട്ട് വരാം, NDAക്ക് പിന്നാക്കം പോവുകയും ചെയ്യാം. ഇത് ഞാൻ പറയാൻ കാരണം ശ്രീ ഹക്സർ സൂചിപ്പിച്ച പോലെ വാജ്പേയി ഗവൺമെൻറ് 2004 അധികാരത്തിൽ വീണ്ടും വരും എന്നൊരു എക്സിറ്റ് പോൾ വന്ന് അദ്ദേഹം വളരെ വിശ്വസിച്ചിരുന്നു വാജ്പേയി. പക്ഷേ അത് അന്ന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. 200-250 സീറ്റുകളുടെ വ്യത്യാസത്തിൽ വന്ന് അവസാനം കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് 140 സീറ്റ് കണ്ടായിട്ട് അവർ അധികാരത്തിലെത്തി. 2009 ഇതുപോലെ വന്ന് ഇങ്ങനെ NDAയോ അല്ലെ BJP മുന്നണിയോ അല്ലെങ്കിൽ കോൺഗ്രസോ അധികാരത്തിൽ വരാം എന്ന് വന്ന് നെക്ക് ടു നെക്ക് ഫൈറ്റാന്നൊക്കെ പറഞ്ഞു നിന്നു. അവസാനം കോൺഗ്രസ് തന്നെ വീണ്ടും അധികാരത്തിൽ വന്നു. ഇങ്ങനെ ഇത് മാത്രമല്ല, ബീഹാറിൽ ഈ മഹാസഖ്യം എന്നൊരു സഖ്യം ഉണ്ടാക്കി നിതീഷ് കുമാർ വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് ഒക്കെ ചേർന്നിട്ട്. അന്ന് എല്ലാ എക്സിറ്റ് പോളും പ്രവചിച്ചു അവിടെ BJP അധികാരത്തിൽ വരുമെന്ന്. പക്ഷേ വന്നത് ഈ വിശാല സഖ്യമെന്ന നിതീഷ് കുമാറിൻ്റെ മുന്നണിയാണ്. അപ്പോൾ അങ്ങനെ മാറി വരുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ ഈ പറയുന്ന എക്സിറ്റ് പോൾ ഏതാണ്ട് എല്ലാ മറ്റേ സർവേകളും ഒരേ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഈ സർവേകളുടെ അതിൻ്റെ ഒരു എന്താണ് പറയുക, സത്യസന്ധതയും വിശ്വാസതയൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് കോൺഗ്രസ് ഒരു തീരുമാനം എടുത്തിരുന്നു ഇന്നലെ, ഈ സർവേ എക്സിറ്റ് പോൾ സർവേ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ നിന്നും മാറി നിൽക്കാനായിട്ട്. പക്ഷേ പിന്നീട് അവർ ഇന്ന് വൈകുന്നേരം തിരുത്തിയിട്ട് ഇപ്പോൾ അതിൽ പങ്കെടുക്കാമെന്നായിട്ടുണ്ട് ദേശീയ ചാനലുകളിലൊക്കെ. അപ്പോൾ അങ്ങനെ പങ്കെടുക്കാൻ തീരുമാനിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു സർവേ, ഈ എക്സിറ്റ് പോൾ സർവേ ഇങ്ങനെ ഏകപക്ഷീയമായി പോകുന്നത് കൊണ്ട് കോൺഗ്രസ് മാറി നിന്നാൽ അമിത്ഷാ ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ കോൺഗ്രസ് ഒരു പരാജയം മണക്കുന്നു എന്നൊരു തോന്നലുണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ചർച്ചയിൽ പങ്കെടുത്തത്. പക്ഷേ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ കേരളം നോക്കും, നമുക്ക് വ്യക്തമായിട്ട് അറിയുന്ന സംസ്ഥാനം കേരളമാണ്. ഈ കേരളത്തിൽ നമ്മളിപ്പോൾ കേൾക്കുന്നത് 1 മുതൽ 3 സീറ്റ് വരെ NDAക്ക് കിട്ടും, BJPക്ക് കിട്ടുമെന്നാണ്. NDA ആയ മൂവാറ്റുപുഴയിൽ പണ്ട് PC തോമസ് ജയിച്ചൊരു ഇതാണ്. അപ്പോൾ അക്കൗണ്ട് തുറക്കുന്നു എന്ന്, NDA അക്കൗണ്ട് തുറക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമില്ല. BJP ഒരു അടയാളത്തിൽ ഒരാൾ ജയിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. 1 മുതൽ 3 വരെ എന്ന് പറയുമ്പോൾ BJP എപ്പോഴും പറയുന്നത് ഒരു സീറ്റ് ഞങ്ങൾ എന്തായാലും ജയിക്കും, അത് തൃശ്ശൂരാകാം, തിരുവനന്തപുരമാകാമെന്ന് പറയുന്നത്. ശരി, അപ്പോൾ മൂന്നാമത് ഏതാണ്? അത് അവർക്ക് ഇഷ്ടമുള്ള സീറ്റാകാം, ആയിക്കോട്ടെ. അപ്പോൾ ഈ 3 സീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ മൂന്നാമതൊരു സീറ്റില്ല, സീറ്റ് സർവേയിൽ കുറഞ്ഞു പോയി. ഇതുപോലെ ഒരുപാട് ഓരോ സീറ്റുകൾ കുറയുമ്പോൾ ഏതാണ്ട് 200-280 സീറ്റുകളുടെ വ്യത്യാസം മാത്രമേ ഈ രണ്ട് മുന്നണികൾ തമ്മിൽ ഇപ്പോഴത്തെ അവസ്ഥയെ കാണാൻ കഴിയുന്നുള്ളൂ. അതേ കണക്കുകൾ ഇന്ത്യ സഖ്യത്തിനും ബാധകമല്ലേ? അങ്ങനെ കുറയുന്നുണ്ടെങ്കിൽ ആ കുറവും ആ വ്യത്യാസമൊക്കെ ഇന്ത്യ സഖ്യത്തിനും ബാധകമല്ലേ ശ്രീകുമാർ? തീർച്ചയായിട്ടും ബാധകമാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, സർവേകളുടെ ആ ഒരു ഇതിനെക്കുറിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇപ്പം നമ്മളിപ്പോൾ 300-ലധികം കടക്കും NDA എന്ന് പറയുന്നത്. ശരി, കോൺഗ്രസ് 200 വരെ എത്താനുള്ള സാധ്യതയുണ്ട്. ശരി, അപ്പോൾ ഇതിനിടയ്ക്കുള്ളൊരു 100 സീറ്റുകളുണ്ട്. ഇത് എക്സിറ്റ് പോൾ സർവേ ആണെന്ന് ആലോചിക്കണം. എക്സിറ്റ് പോൾ സർവേ പോലും 3-4 തവണ പരാജയപ്പെട്ട ഒരു രാജ്യത്ത് നമ്മൾ ഇതിലിങ്ങനെ വല്ലാതെ ആഹ്ലാദിച്ച് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പം ഇപ്പം തന്നെ നമ്മളെ ജയിച്ചു, പ്രധാനമന്ത്രി 3ാമത് എത്തി, അദ്ദേഹത്തിൻ്റെ ധ്യാനം ആത്മവിശ്വാസത്തിൻ്റെ ആണൊക്കെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഓരോരുത്തർക്കും അവരുടെ അനുഭവം അനുസരിച്ച് പറയാം. പക്ഷേ നമ്മൾ ഈ കാണുന്ന കണക്കനുസരിച്ച് പോലും ഇന്ത്യ മുന്നണിക്ക് ഒരു നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയില്ല. മാത്രമല്ല NDA വല്ലാതെ അധികാരത്തിലേക്ക് എത്താനുള്ള മഹാഭൂരിപക്ഷത്തിലേക്ക് എത്തുമെന്ന് എക്സിറ്റ് പോൾ സർവേയിൽ ഞാൻ കാണുന്നില്ല. കാരണം ഒരു ചെറിയ കാര്യം പറയാം. ഇപ്പോൾ കേരളത്തിൽ ഞാൻ പറഞ്ഞു 3 സീറ്റിൻ്റെ കാര്യത്തിൽ അനിൽ നമ്പ്യാരും നമ്മളൊക്കെ ഇവിടെ കൃത്യമായി രാഷ്ട്രീയം അറിയുന്നതുകൊണ്ട് നമുക്കറിയാം ഏതാണ് ആ 3 എന്ന് നമുക്ക് ചോദിക്കാം. അവിടെ നിൽക്കട്ടെ. പിന്നെ മറ്റൊരു കാര്യമുള്ളത് കർണാടകത്തിലെ കാര്യമാണ്. കർണാടകത്തിൽ കഴിഞ്ഞ തവണയും ഇതുപോലെ തന്നെയായിരുന്നു, ഭൂരിപക്ഷം പ്രവചിച്ചു. അതിനുശേഷം വന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം പ്രവചിച്ചെങ്കിലും ചില ചാനലുകൾ കോൺഗ്രസിന് ഭൂരിപക്ഷം പ്രവചിച്ചിരുന്നില്ല. പക്ഷേ ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് അവിടെ മുന്നേറിയത് കർണാടകത്തിൽ. അതുപോലെ തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നൊരു സർവേ ഉണ്ടായിരുന്നു, ശരി തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും ഇതുപോലെ രേവന്ത് റെഡ്ഡിക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഇപ്പോൾ അവിടെ BJPക്ക് കൂടുതൽ സീറ്റ് കിട്ടും. അത് കഴിഞ്ഞ തവണ കർണാടകയാണെങ്കിലും തെലങ്കാനയായാലും ആന്ധ്രയായാലും ഒക്കെ BJP മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഞാൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതുകൊണ്ട് ഈ എക്സിറ്റ് പോൾ സർവേയിൽ അവർ കണക്കാക്കിയ രീതിയിലുള്ള ഒരു മാറ്റം അവിടങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. മഹാരാഷ്ട്ര, ഇതൊക്കെ വേറൊരു കാര്യം കൂടെ ശ്രീ നമ്പ്യാർ മനസ്സിലാക്കണം. അതായത് നമ്മളിപ്പോൾ മഹാരാഷ്ട്ര അവിടെ തീർച്ചയായിട്ടും അവിടെ BJPക്ക് തിരിച്ചടി ഉണ്ടാവുമെന്ന് മുൻകൂട്ടി കരുതിയിരുന്നു. അത് ഏതാണ്ട് അതേപോലെ സംഭവിക്കുന്നു. കർണാടകത്തിൽ കോൺഗ്രസ് ആണ് അധികാരത്തിലെങ്കിലും BJP ലോക്സഭയിലേക്ക് മത്സരിക്കുമെന്നൊരു പ്രചരണം നേരത്തെ ഉണ്ടായിരുന്നു, അതുപോലെ സംഭവിക്കുന്നു. അതുപോലെ ആന്ധ്രയിലെ TDPയുമായിട്ട് BJP സഖ്യമുണ്ടാക്കിയപ്പോൾ
ജനസേന പാർട്ടിയാണ് അതിൻ്റെ ഒരു ഇടനിലക്കാരായിട്ട് നിന്നെന്ന ചർച്ചയുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ BJP ഭൂരിപക്ഷം ലഭിക്കും എന്നൊരു ചർച്ചയുണ്ടായിരുന്നു. അത് ശരിവെക്കുന്നു. അങ്ങനെ ഈ ഈ വോട്ടെടുപ്പിന് മുൻപ് കേട്ട സർവേകളുടെയൊക്കെ ഏതാണ്ട് നിഗമനത്തിലേക്കാണ് ഇപ്പോഴും നമ്മളിവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാനിത് മൊത്തത്തിൽ ഞാൻ കണക്കൂട്ടി നോക്കുമ്പം ഏതാണ്ട് ഒരു തൂക്കു മന്ത്രിസഭയുടെ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. തൂക്കു മന്ത്രിസഭ വരണമെന്നൊന്നുമില്ല, ചിലപ്പോൾ NDA അധികാരത്തിൽ വന്നേക്കാം, ചിലപ്പോൾ ഇന്ത്യ മുന്നേ അത്രയെങ്കിലും താങ്കൾ സംബന്ധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. അല്ല ഉമേഷ് എന്തായാലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. പക്ഷേ തീർച്ചയായും ഇതൊന്നും അന്തിമ റിസൾട്ട് അല്ല, അതൊക്കെ ഒരു കടന്ന ചിന്തയാണെന്ന് മാത്രമേ ശ്രീകുമാർ സാറേ പറയാനുള്ളൂ. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും സ്വാഭാവികമായി. അത് കാരണം നേരത്തെയുള്ള മുൻവർഷങ്ങളിലെ കണക്കുകളും പരിശോധിക്കുകയാണെങ്കിൽ അത് ശരിക്കും അനുഭവവേദ്യമായിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഒരു സർവേ ഫലത്തിലും ഇന്ത്യ സഖ്യത്തിന് കൃത്യമായിട്ടുള്ള മുന്നേറ്റം പറയുന്നില്ല. മാത്രമല്ല ഒരാൾ പോലും 150 മുകളിലേക്ക് പറയുന്നില്ല. ഇത് ഏറെ കൗതുകമായ അല്ലെങ്കിൽ ഏറെ ശ്രദ്ധേയമായ ഒരു ഫലം ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്ത്യ ടുഡേയുടെ തന്നെയാണ്. ഞാൻ ഇന്ത്യ ടുഡേ സർവേയാണ് എടുത്ത് മൊബൈലിൽ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒരു നേരിയ ഭൂരിപക്ഷത്തോടുകൂടി രാജീവ് ചന്ദ്രശേഖർ വിജയിക്കും, എഡ്ജ് ഓവർ എന്നാണ് ഈ ഇന്ത്യ ടുഡേയുടെ സർവേ ഫലം വന്നത്. അതായത് 1/3 തിരുവനന്തപുരമാണ് എന്ന ആദ്യ സൂചനകൾ. 2 സീറ്റുകൾ പറയുന്നുണ്ടോ? ഇന്ത്യ ടുഡേയുടെ സർവേയിലാണ് ഇപ്പോൾ ഉള്ളത്. മറ്റ് റിസൾട്ടുകളെ പറ്റി അവരിപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടില്ല. ഓരോ സംസ്ഥാനത്തെയും ആദ്യം മുഴുവൻ സീറ്റ് നിലയാണ് ആദ്യം പറഞ്ഞത്, പിന്നീട് ഓരോ സീറ്റായി അവർ അങ്ങനെ പറഞ്ഞു വരുന്നേ ഉള്ളൂ. ഇന്ത്യ ടുഡേ സർവേ മാത്രമാണ് എൻ്റെ കൈവശം ഇപ്പോൾ ഉള്ളത്. അതിൽ പറഞ്ഞിരിക്കുന്നത് BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് നേരിയ മുൻതൂക്കമുണ്ട്, നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന സീറ്റുകൾ ഒന്ന് തിരുവനന്തപുരമാണ്. സന്ദീപ് വാചസ്പതി ഉണ്ട്. സന്ദീപ് വാചസ്പതി, തിരുവനന്തപുരം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഏറെക്കുറെ മുഴുവനായി നിരീക്ഷിച്ച ഒരാൾ, അതിൻ്റെ ഭാഗമായ ഒരാൾ. ഇപ്പോൾ ഇന്ത്യ ടുഡേയുടെ സർവേയിൽ 3 സീറ്റുകൾ ഏതൊക്കെയാണ് NDAക്ക് ലഭിക്കുക എന്നത് കൂടി അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലൊന്ന് തിരുവനന്തപുരമാണ്. അവിടെ ഒരു നിർണായകമായ ഒരു മേൽക്കൈ രാജീവ് ചന്ദ്രശേഖരൻ അവർ പ്രഖ്യാപിക്കുന്നു. തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷ വെക്കുന്ന ഒരു സീറ്റ് തന്നെയാണ് തിരുവനന്തപുരം വിജയിക്കും എന്ന് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷയും. അതുകൊണ്ട് ഈ എക്സിറ്റ് പോളിൽ ഒരെണ്ണം ഇവർ പറയുന്ന, അല്ലെങ്കിൽ 1, 2, 3 എന്നൊക്കെ പറയുന്നതിൽ ഒരെണ്ണം എന്തായാലും തിരുവനന്തപുരം ആകുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ചില ടൈംസ് നൗവിൻ്റെ പ്രഡിക്ഷനകത്ത് ഒരെണ്ണം തൃശ്ശൂരാണെന്നും കാണിക്കുന്നുണ്ട്. എന്തായാലും വരട്ടെ. ഇവിടെ ശ്രീകുമാർ പറഞ്ഞതുപോലെ നമ്മളാരും ഈ എക്സിറ്റ് പോളുകളെ ഒന്നും അന്തിമ ഫലമായി കണക്കാക്കുന്നില്ല. അത്രയ്ക്ക് വലിയ മണ്ടത്തരമൊന്നും നമ്മൾ കാണിക്കാറില്ലല്ലോ. പക്ഷെ ഇതൊക്കെ ഒരു സൂചനയാണ് എന്ന് മാത്രമാണ് നമ്മളെല്ലാവരും ആദ്യം മുതൽ തന്നെ പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹം പറഞ്ഞത് ഞാനിങ്ങനെ കേൾക്കുകയായിരുന്നു. ഈ എക്സിറ്റ് പോളുകളൊന്നും ശരിയായിട്ടില്ല. തീർച്ചയാണ് ചില കാര്യങ്ങളിൽ എക്സിറ്റ് പോളുകളിൽ വ്യത്യാസമുണ്ടായിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഞാനൊരു കണക്ക് പരിശോധിക്കുകയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലെ എക്സിറ്റ് പോളുകൾ. ആ എക്സിറ്റ് പോളുകളുടെയൊക്കെ ഒരു പ്രത്യേകത നമുക്കറിയാം. ഈ സർവേകൾ നടത്തുന്നവരുടെ സാമ്പിളുടെ എണ്ണമൊക്കെ വളരെ കുറവാണെന്നും അവർ കാണുന്ന ആൾക്കാരുടെ എണ്ണം ഒക്കെ ശരിയാണ്. പക്ഷെ അപ്പം അതുകൊണ്ട് തന്നെ അവരൊരു എപ്പോഴും ഒരു എറർ പെർസെൻറ്റേജ് ഇട്ടിട്ടാകുമല്ലോ ഇത് പറയുന്നത്. അപ്പോൾ പലപ്പോഴും അത് അവരെ ആക്ച്വൽ പ്രതീക്ഷിക്കുന്നതിനായിട്ട് കുറവാണ് പലപ്പോഴും പ്രൊഡിക്റ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകൾ നോക്കിയാലേ 2009 UPA അധികാരത്തിൽ വരുമെന്നായിരുന്നു എക്സിറ്റ് പോളുകളൊക്കെ തന്നെ പ്രവചിച്ചത്. അവർ പറഞ്ഞത് ഏകദേശം 195 സീറ്റുകൾ കിട്ടും, NDA 185 എന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ അന്ന് നമുക്കറിയാം എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് UPA 262 സീറ്റുകൾ നേടി. 2014 ഏകദേശം 8-9 എക്സിറ്റ് പോളുകൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8-9 എക്സിറ്റ് പോളുകളാണ് NDA അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞത്. അവരൊക്കെ അന്ന് പറഞ്ഞത് BJPക്ക് ഏകദേശം NDAക്ക് 283ഓളം സീറ്റുകൾ കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ നമുക്കറിയാം NDA 336ഉം BJP 282ഉം എത്തിയത് കാണാം. 2019 അത് തന്നെയായിരുന്നു. 10-12 എക്സിറ്റ് പോളുകൾ. അത് 2014 കൂടുതൽ എക്സിറ്റ് പോളുകളാണ് അന്ന് BJPക്ക് 2019 വിജയം പ്രവചിച്ചത്. അതിൽ തന്നെ NDA 306 അല്ലെങ്കിൽ 300 കടക്കുമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്കറിയാം 353 പോയി. അപ്പോൾ ഈ എക്സിറ്റ് പോളുകളൊക്കെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കിട്ടിയ ചരിത്രമാണ് ഈ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിലെങ്കിലും ഉള്ളത് എന്ന് മനസ്സിലാക്കുക. എന്തായാലും ഇവിടെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, ഇതാരും അന്തിമ ഫലമായി ഒന്നും കാണുന്നില്ല. പിന്നെ അദ്ദേഹം എന്തായാലും ഈ എക്സിറ്റ് പോളുകളെ പഴിക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീനുകളെ വെറുതെ വിട്ടല്ലോ എന്നൊരു സന്തോഷമാണ് എനിക്കുള്ളത്. അത് മാത്രമേ കൗണ്ടിംഗ് ദിനത്തിലായിരിക്കും അത്തരം ആരോപണങ്ങൾ വരിക തന്നെ പറയുമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും വരിക. എനിക്ക് അതോടൊപ്പം തന്നെ പറയാനുള്ളത്, ഇവിടെ BJPയും ഇതിന് മുൻപ് എനിക്ക് തോന്നുന്നു ആരാ സംസാരിച്ച ഡോക്ടർ മോഹൻ തോമസ് ആണോ എനിക്കറിയില്ല, അദ്ദേഹം സംസാരിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു എങ്ങനെയാണ്
ഈ BJPയും കോൺഗ്രസും തമ്മിലുള്ള ഒരു ഫൈറ്റിന്റെ കണക്കൊക്കെ പറഞ്ഞു. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 180ഓളം സീറ്റുകളിലാണ് BJPയും കോൺഗ്രസും തമ്മിൽ നേർക്കുനേർ ഫൈറ്റ് നടക്കുന്നത്. അപ്പോൾ അതിലൊന്നും വിജയിക്കുന്നതിന് കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു 124ഓളം സീറ്റുകളിൽ മത്സരിച്ചിട്ട് 15 കോൺഗ്രസിന് ജയിക്കാൻ സാധിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു കണക്കിലേക്ക് തന്നെ മടങ്ങി വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു വിശകലനത്തിലേക്ക് മടങ്ങി വരേണ്ടത്. എന്തായിരുന്നു കോൺഗ്രസ് മുൻപോട്ട് വെച്ച രാഷ്ട്രീയം എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിലെങ്കിലും ചർച്ച ചെയ്യേണ്ടത്. ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലെങ്കിലും ഒരുപക്ഷെ ഇത് ഈ 2024 തെരഞ്ഞെടുപ്പിന്റെ ഫലം മാത്രമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇതൊരു 2029 ട്രയൽ റണ്ണായി കൂടി നിങ്ങൾക്ക് ഇതിനെ കാണാം. 2029 ഭാരതീയ ജനതാ പാർട്ടി തന്നെ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ഇതിപ്പോ സമീപകാല ലോക രാഷ്ട്രീയ ക്രമം പരിശോധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്നത് ജനാധിപത്യം പുലരുന്ന ഒരു രാജ്യത്തും തുടർച്ചയായി 3 തവണ സമീപകാലത്ത് ഒരു പ്രധാനമന്ത്രിയും അധികാരത്തിലെത്തിയിട്ടില്ല. എനിക്കൊന്ന് ജർമ്മനിയിൽ ഏഞ്ചല മെർക്കൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എങ്കിലും സമീപകാല ലോക രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ തുടർച്ചയായി 3-ാം തവണ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ ആധികാരികമായ വിജയത്തോടു കൂടി അധികാരത്തിൽ വരുന്ന ആദ്യ പ്രധാനമന്ത്രിയാകും നരേന്ദ്രമോദി എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ പ്രതിപക്ഷ കക്ഷികൾക്ക് ഇനിയെങ്കിലും അവർ ആത്മവിമർശനം നടത്തേണ്ടതാണെന്നാണ് എനിക്ക് ദയവായി അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം നാം പറയുന്ന രാഷ്ട്രീയം എത്രത്തോളം നാടിന് ഉതകുന്നതാണ്, ഇത് തന്നെയാണ് ആത്യന്തികമായി ജനം വിലയിരുത്തുന്നത്. മറ്റേതൊക്കെ ചാനലുകളുടെ അന്തിച്ചർച്ചകളിലും പത്രങ്ങളുടെ തലക്കെട്ടിലും മാത്രമായി ഒതുങ്ങിപ്പോകും. അതിനപ്പുറത്തേക്ക് ജനഹൃദയങ്ങളിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കണമെങ്കിൽ തീർച്ചയായും അവരുടെ ജീവിതത്തെ സ്പർശിക്കുന്ന കാര്യങ്ങൾ തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അല്ലാതെ നരേന്ദ്രമോദിയുടെ കോട്ടിൻ്റെ വില എത്രയാണ്, ഒരു കഴിഞ്ഞ തവണ വന്ന ഒരു RTI അപേക്ഷയാണ്, നരേന്ദ്രമോദി കഴിക്കുന്ന ഭക്ഷണത്തിന് പണം ആരാണ് കൊടുക്കുന്നത്, ഇതൊക്കെയാണ് കോൺഗ്രസും ഇടത് കക്ഷികളും അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളുമൊക്കെ അഭിരമിക്കുന്ന കാര്യങ്ങളാണ്. നരേന്ദ്രമോദി കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വില ആര് കൊടുക്കുന്നു എന്ന് PMOയിലേക്ക് വിവരാവകാശ പ്രകാരം അപേക്ഷിച്ച ആൾക്കാർ പോലും ഇന്ത്യയിലുണ്ട്. അപ്പൊ അവരെയൊക്കെ നയിക്കുന്ന ചേതോ വികാരം എന്താണ്, ഇതേപ്പറ്റിയാണ് ഇരുത്തി ചിന്ത ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിൽ എന്തെങ്കിലും ഒരു ആത്മവിമർശനം നടത്തുന്നുണ്ട് എങ്കിൽ ഇങ്ങനെ ഉപരിപ്ലവമായ കാര്യങ്ങൾ കടക്കാതെ ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവന്റെയും ജീവിതത്തെയും ബാധിക്കുന്ന വിഷയങ്ങൾ, അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ രാഷ്ട്രീയം ചർച്ച ചെയ്യണം. അങ്ങനെ ചർച്ച ചെയ്യുന്നവരോടൊപ്പം ജനം നിൽക്കും എന്നതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ കാണിക്കുന്ന ഈ എക്സിറ്റ് പോളുകൾ, അല്ലെങ്കിൽ 4-ാം തീയതി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലം. നന്ദി സന്ദീപ്. ഉമേഷ്, സന്ദീപ് പറഞ്ഞ പോലെ എന്തായാലും വികസനം പറഞ്ഞ് വോട്ട് നേടുന്നു, മാത്രമല്ല ജനകീയ പ്രശ്നങ്ങളിൽ സജീവമായിട്ട് ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ ജാതി രാഷ്ട്രീയം അത് തുറന്നു കാട്ടുന്നു, എല്ലാ പൊള്ളത്തരങ്ങളും തുറന്നു കാട്ടുന്നു. അതിനുള്ള കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ ഭാരതം നടത്തി. ഏറ്റവും നമുക്കൊരു ഇടവേള അനിവാര്യമാണ്. അവസാന ഘട്ടമായി വന്ന കണക്കുകൾ പരിശോധിച്ച് ഇന്ത്യ ടുഡേ പറയുന്നത് കേരളത്തിൽ 2 മുതൽ 3 സീറ്റ് വരെ ഇന്ത്യ മുന്നണി, UDF 14, ഒപ്പം LDF 0 മുതൽ 1 വരെ. ടൈംസ് നൗ പറയുന്നത് ഇന്ത്യക്ക് 1, UDF 14 മുതൽ 15 വരെ, LDF 4. NDTV CNX പറയുന്നത് അവിടെയും NDAക്ക് 1 മുതൽ 3 വരെ, UDF 13 മുതൽ 15 വരെ, LDF 3 മുതൽ 5 വരെ. ABP സി വോട്ടർ പറയുന്നത് കേരളത്തിൽ NDAക്ക് 1 മുതൽ 3, UDF 17 മുതൽ 19 വരെ, LDFന് 0. ന്യൂസ് 18 പറയുന്നത് NDA 1 മുതൽ 3 വരെ, UDF 15 മുതൽ 18 വരെ, LDF 1 മുതൽ 3 വരെ. എന്തായാലും പുറത്തുനിന്ന് മുഴുവൻ സർവേയിലും NDAക്ക് ഒരു സീറ്റെങ്കിലും ഏറ്റവും കുറഞ്ഞത് പറയുന്നുണ്ട്. മാത്രമല്ല CPMന് LDFന് കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന വിധിയെഴുത്ത് കൂടി കേരളത്തിൽ താമര വിരിയും. എന്തായാലും എക്സിറ്റ് പോളുകൾ അന്തിമമല്ല, പക്ഷേ എല്ലാ എക്സിറ്റ് പോളുകളും ഒരുപോലെ പറയുമ്പോൾ അതിലെന്തോ ഉണ്ട് എന്ന് അല്ലേ, സ്വാഭാവികമായും നമുക്ക് അത് ഉൾക്കൊള്ളാം. കൃഷ്ണരാജ്, എൻ്റെ ഏറെക്കുറെ എല്ലാ കണക്കുകളും പുറത്തു വന്നു. ഇനി ഏതാനും ചില സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് ഉൾപ്പെടെ നമ്മൾ ശ്രദ്ധയോടെ കാത്തിരുന്ന ചില സംസ്ഥാനങ്ങളുടെ മാത്രമാണ് കണക്കുകൾ, ഏതൊക്കെ പ്രദേശങ്ങളാണെന്നുള്ള കണക്കുകൾ പുറത്തു വരുന്നത്. ഏറെ കൗതുകം പശ്ചിമ ബംഗാളാണ്. ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. പ്രത്യേകിച്ച് സന്ദേശ് പോലെ ഉള്ള വിഷയങ്ങൾ, രാമനവമി നടത്തുന്ന സംഘർഷം ബന്ധപ്പെട്ട വിഷയങ്ങൾ, അങ്ങനെ BJP ഏറെ മുന്നേറ്റം പ്രതീക്ഷിച്ച ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അവിടെ തൃണമൂലിനും BJPയും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു. അവിടെ മറ്റ് സഖ്യങ്ങൾ കോൺഗ്രസിനെയൊക്കെ മാറ്റി കോൺഗ്രസ് തൃണമൂലിനും
മുതലായിരുന്നു അവിടെ പരസ്പര വാഗ്വാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. അവർ ഒരു മുന്നണി ശ്രമമൊക്കെ മത്സരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ പാടെ തകരുന്നു. അവിടെ മമതയ്ക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. അത് നേരത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ വന്ന ചില ക്യാമ്പയിനുകളെ ശരിവെച്ചുകൊണ്ടാണ്. അവിടെ സന്ദേശ് കാലി ഉൾപ്പെടുന്ന പ്രദേശം ഉൾപ്പെടെയുള്ള മേഖലകളിലെല്ലാം എല്ലാ മേഖലയിലും BJPയുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ മേഖലയിലും BJPക്ക് അവിടെ മുൻകൈ നേടുന്നു എന്നൊരു എക്സിറ്റ് പോൾ ഫലം. അത് ഒരു എക്സിറ്റ് പോൾ മാത്രമല്ല, ഏതാണ്ട് 3ഓളം എക്സിറ്റ് പോളുകൾ സമാനമായ കണക്കുകൾ പറയുന്നു. ഉമേഷ്, ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരുപക്ഷെ ഉയർത്തിക്കാട്ടിയ ഒരു ചോദ്യം, മോദി പല സംസ്ഥാനങ്ങളിലും പരമാവധി നേടിക്കഴിഞ്ഞല്ലോ, ഇനി എങ്ങോട്ടാണ് നിങ്ങൾ കൂട്ടാൻ പോകുന്നത്, കുറയുകയല്ലേ ഉള്ളൂ എന്ന ചോദ്യമാണ് ഉയർത്തിയത്. പക്ഷേ പ്രസക്തമായ ഒരു കാര്യം, ഒന്ന് തെലങ്കാന. തെലങ്കാന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല BJPക്ക് ഇത്ര വലിയ മുന്നേറ്റം ഉണ്ടാവുന്നത്. കാരണം രേവന്ത് റെഡ്ഡി ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് അത് നമ്മൾ കണ്ടതാണ്. BRS ആണ് അവിടുത്തെ രണ്ടാമത്തെ കക്ഷി. അവരും അപ്പാടെ തകർന്നു പോകുന്ന സ്ഥിതിയാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ BJP 9 സീറ്റ് വരെ നേടുമെന്ന് പറയുന്നുണ്ട്. വലിയൊരു മുന്നേറ്റമാണത്. ബീഹാറിലേക്ക് വന്നാൽ അവിടെയും ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതും BJP സഖ്യത്തിന് അനുകൂലമായി വരുന്നുണ്ട്. അതുപോലെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ കാര്യവും. ഒരു അപ്രമാദിത്വം അവിടെ ഉണ്ടാക്കി വെച്ചത് തകർന്നു തുടങ്ങുന്നതിന്റെ സൂചനയാണ് സർവേ ഫലങ്ങളിൽ വരുന്നത്. നമുക്ക് പ്രൊഫസർ P. അനിൽകുമാറിലേക്ക് ഒന്ന് പോകാം. അനിൽകുമാർ, BJPയുടെ സാധ്യതകൾ അത് ഏറിയും കുറഞ്ഞും എവിടെയും കാണുന്നില്ല. സീറ്റ് നിലയിൽ ചെറിയ വ്യത്യാസങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും 300-ന് മേലെ ഉറപ്പിച്ച് 350-ന് മേലെ 392 വരെ പ്രവചിക്കുന്ന സർവേകൾ ചിലത്. അങ്ങനെ ഒരു വലിയ മുന്നേറ്റം BJPക്ക് പറയുമ്പോൾ മോദി ബ്രാഞ്ച് നമ്മൾ എങ്ങനെ മറക്കാനാണ്? ശരി, NM ഒപ്പം ചേരുന്നുണ്ട്. NM കേരളത്തിലെ കണക്കുകളൊക്കെ കണ്ടല്ലോ. ഇന്ത്യ ടുഡേ, ടൈംസ് നൗ, ഇന്ത്യ TV, CNX, ABP, സി വോട്ടർ, ന്യൂസ് 18 എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, 3 സീറ്റ് വരെ NDA സഖ്യം നേടാം, BJP ഇവിടെ നേടാം എന്ന്. അതായത് ഒന്നെങ്കിലും ഉറപ്പിക്കുന്നു എല്ലാ സർവേകളും. അത് തിരുവനന്തപുരമാണെന്ന് പറയുന്നു, തൃശ്ശൂരാണെന്ന് രണ്ടാമത്തെ സീറ്റായി വരുന്നു, മൂന്നാമത്തെ ഒരു സീറ്റുണ്ട്, പറയട്ടെ പറഞ്ഞു. ABP സർവേ പ്രകാരം ആറ്റിങ്ങലിൽ വി മുരളീധരൻ ജയിച്ചേക്കാം എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ഞാൻ ഉൾപ്പെടുന്ന മണ്ഡലമാണ്, എൻ്റെ വോട്ട് ആറ്റിങ്ങലിലാണ്. ഇതിലേറെ ശ്രദ്ധേയമായ ഒരു കാര്യം മുൻകാല എക്സിറ്റ് പോളുകളിലൊക്കെ വരുന്നത് 0 മുതൽ 3 വരെ BJP, അല്ലെങ്കിൽ 0 മുതൽ 4 വരെ. ഇതിൽ ഒരാൾ പോലും അങ്ങനത്തെ 1 മുതൽ 3 വരെ, 2 മുതൽ 3 അല്ലെങ്കിൽ 1 ഏറ്റവും കുറഞ്ഞ 1 ഉറപ്പിച്ചാണ് എല്ലാ സർവേയിലും വന്നിരിക്കുന്നത്. ആറ്റിങ്ങലിൽ പോലും BJP ജയിച്ചേക്കാം എന്ന വലിയ സൂചനകൾ വരുന്നു. BJP വലിയ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കും എന്നുറപ്പല്ലേ? ശരി, ഹലോ, കേൾക്കാമോ? കേൾക്കാം. അല്ല, തീർച്ചയായിട്ടും നമ്മൾ ഈ സെഫോളജിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന സൂചനകളെ പരിപൂർണമായി തള്ളിക്കളയുക എന്ന് പറയുന്നത് വളരെ അപ്രസക്തമായ കാര്യമാണ്. നമ്മൾ കേരളത്തിന്റെ രാഷ്ട്രീയം പരിശോധിക്കുന്ന സമയത്ത് 3 സീറ്റ് വരെയും BJP ജയിക്കാൻ സാധ്യതയുണ്ട് എന്നത് BJPയുടെ പ്രവർത്തകർ പോലും അങ്ങനെ ഉൾക്കൊള്ളുന്നതല്ല എന്ന് നമുക്കറിയാം. പക്ഷേ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് രംഗങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു പ്രവചനം അസാധ്യമാണ് എന്നാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, അത് BJP കൂടി അനുകൂലമായിട്ടുള്ള രീതിയിൽ തിരിയുന്നു എന്നുകൂടിയാണ് ഈ സർവേകൾ സൂചിപ്പിക്കുന്നത്. നമുക്ക് ഫലം വന്നതിന് ശേഷം, അതായത് ഈ BJPക്ക് വോട്ടിട്ടാൽ എന്താ എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചു ചോദിക്കുന്നു. അല്ല, പ്രശ്നം എന്താന്ന് വെച്ചാല് ഈ സർവേ വരുന്ന സമയത്ത് ഇപ്പൊ BJPക്ക് 1 സീറ്റോ 2 സീറ്റോ അല്ലെങ്കിൽ 3 സീറ്റോ ലഭിക്കുകയും LDFന് 1 സീറ്റും ലഭിക്കാതിരിക്കുകയും ചെയ്താൽ അത് LDFന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെയായിരിക്കും. കാരണം ബോധപൂർവം തന്നെ അവർക്കിട്ട് അടി കൊടുക്കുന്ന ഒരു രീതിയിലായിരിക്കണം നമ്മളതിനെ കണക്കാക്കേണ്ടത്. കാരണം അത് CPM അർഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ എങ്ങനെയാണ് വരിക എന്ന് നമുക്കറിയില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും CPMന് സീറ്റ് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ ഞാനൊക്കെ പലപ്പോഴും എഴുതുകയും അതേപോലെ തന്നെ സംസാരിക്കുകയും ചെയ്യുന്നത്. ഇടത് നിരീക്ഷകൻ കൂടിയാണല്ലോ, അപ്പോൾ സ്വാഭാവികമായും ഇടതു രാഷ്ട്രീയത്തെ കൃത്യമായി വിമർശിച്ച് പിന്തുടരുന്ന ഒരാളാണ്. നോക്കൂ, ഈ 0 എന്നൊന്ന് കേട്ടു. ഈ സർവേയിൽ വട്ടപൂജ്യം, ഇടതുപക്ഷത്തിന് വട്ടപൂജ്യം എന്നൊരു സർവേ വരുന്നുണ്ട് ഇവിടെ. അതായത് ABC വോട്ടർ സർവേയാണ്. നേരത്തെ മുൻ സർവേകളിൽ NDAയുടെ ഭാഗത്തായിരുന്നു 0 മുതൽ 3 വരെ, 0 മുതൽ 4 വരെ എന്ന് പറഞ്ഞിരിക്കുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ 2 സർവേകളിലാണ് 0 മുതൽ 1 വരെ LDF, 0 മുതൽ 3 വരെ
0. ഇത് റിസൾട്ട് അല്ലല്ലോ. പക്ഷേ എങ്കിൽ പോലും ആ ഒരു 0 ആണ് വരാനിരിക്കുന്നതെങ്കിൽ ഇടതു രാഷ്ട്രീയത്തിന് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് വലിയ തിരിച്ചടിയല്ലേ? എന്നോടാണ് ചോദിക്കുന്നത്. അതെ 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 അതെ. അല്ല, തീർച്ചയായിട്ടും അതെ. ഞാൻ നേരത്തെ പറഞ്ഞു വന്നതാണ്. അതായത് BJPക്ക് ഒരു സീറ്റ് കിട്ടുകയും 19 സീറ്റ് UDF കിട്ടുകയും LDFന് 0 വരികയും ചെയ്താൽ കേരള രാഷ്ട്രീയത്തിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് പതനത്തിന്റെ വളരെ എന്നാണ് മറ്റൊരു ത്രിപുരയും ബംഗാളോ കേരളമാകുന്നു എന്നൊരു സൂചന കൂടിയാണ്. സൂചനയുണ്ട്. കാരണം എന്തായാലും ഈ സർവേകളെല്ലാം സൂചിപ്പിക്കുന്ന ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി എന്നാണ്. അതായത് ഉമേഷ് പറഞ്ഞതുപോലെ 0 മുതൽ 2 വരെ, 0 മുതൽ 1, 0 മുതൽ 2, 0 മുതൽ 3 എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ LDFന്റെ കാര്യത്തിലാണ്. അതെ, ഞാൻ പറയുന്നത് പൂർത്തിയാക്കാൻ അനുവദിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നിർത്തുന്നത്. അല്ല, ഒരു എക്സിറ്റ് പോളിന്റെ ആവേശത്തിൽ ഇടപെട്ട് പോകുന്നതാണ് അങ്ങേ തടസ്സപ്പെടുന്നത്. താങ്കൾക്ക് തുടരാം. അല്ല, ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരു റിസൾട്ട് വന്നാൽ അത് കേരള രാഷ്ട്രീയത്തെ തന്നെ വലിയ തരത്തിൽ മാറ്റിമറിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം അതുണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് ഈ റിസൾട്ട് വന്നതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ കേരള രാഷ്ട്രീയത്തെ പുനർനിർമ്മിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കും എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങള് ഇടതുപക്ഷത്തുള്ള ആളുകൾക്ക് അസ്വീകാര്യമായി മാറിയിട്ട് കുറെ കാലമായി. അത് അവരെ പ്രകടിപ്പിക്കുകയും അതേപോലെ തന്നെ അത് തിരുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ട് അത് ചെയ്യാതെ പോകുമ്പോൾ പിന്നെ ജനങ്ങൾക്ക് ചെയ്യാവുന്ന കടുത്ത കൈ എന്ന് പറയുന്നത് അവരെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവരെ തോൽപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് അതിശക്തമായിട്ടുള്ള തീരുമാനം വന്നെങ്കിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് 0 എന്ന് പറയുന്ന, അല്ലെങ്കിൽ വട്ടപൂജ്യം എന്ന് പറയുന്ന, അല്ലെങ്കിൽ മൊട്ട എന്ന് പറയുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുള്ളൂ. എന്ന് വെച്ചാൽ ഇടതുപക്ഷമായിരിക്കണം ഈ ഇപ്പൊ നിലവിലിരിക്കുന്നതായിട്ടുള്ള ഭരണകക്ഷിയെ അല്ലെങ്കിൽ ഇടതുപക്ഷ ഭരണകൂടത്തെ അതിശക്തമായിട്ട് തോൽപ്പിക്കാനായിട്ട് ശ്രമിച്ചത് എന്ന് വേണം നമ്മൾ ഈ സർവേകൾ ശരിയാണ് എങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഫലം ആ രീതിയിലാണ് വരാൻ പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും വിലയിരുത്തേണ്ടി വരിക. ഈ സർവേയിൽ സ്വാഭാവികമായിട്ടും ആളുകൾ നടത്തിയിരിക്കുന്നതായിട്ടുള്ള പ്രകടനങ്ങളായിരിക്കാം, സാമ്പിൾ സർവേ ആയിരിക്കാം, കുറെ ഇടങ്ങളിൽ നിന്ന് മാത്രം പെറുക്കിയെടുക്കുന്നതായിരിക്കാം. പക്ഷെ എങ്കിലും അങ്ങനെയുള്ള ഒരു അഭിപ്രായം ജനങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്നതിന്റെ ഒരു റിഫ്ലക്ഷൻ തീർച്ചയായിട്ടും ഇതിനകത്തുണ്ട് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടത്. എല്ലാ സർവേകളും പക്ഷെ അതാണ് പറയുന്നത് എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഉമേഷ്, ഈ പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ, പോളിംഗ് ശതമാനം എല്ലാ സംസ്ഥാനങ്ങളിലും ഏറെക്കുറെ കുറവായിരുന്നു. അതൊരു വലിയ സൂചനയാണെന്ന് ഇന്ത്യ സഖ്യം പറഞ്ഞു. അതായത് ഭരണവിരുദ്ധ വികാരം, ഞങ്ങൾ വോട്ടിടുന്നില്ല നിങ്ങൾക്കിനി എന്ന് തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ മോദിക്കും NDAക്കും BJPക്കും ഒക്കെ വോട്ട് കിട്ടേണ്ട വോട്ടുകൾ കൃത്യമായി അവിടെയാണ് ഈ ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസിന് ഭാരതത്തിലെ ജനങ്ങളുടെ മനസ്സ് പൾസ് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത്. അത് ചെറിയ സൂചനയാണ്. കാരണം കൃത്യമായി ഭരണവിരുദ്ധ വികാരമോ അല്ലെങ്കിൽ ഒരു വാശിയേറിയ തെരഞ്ഞെടുപ്പോ നടക്കുമ്പോഴാണ് സാധാരണഗതിയിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാരിനെ പുറത്താക്കാനുള്ള ജനങ്ങളുടെ ഒരു വികാരം, അല്ലെങ്കിൽ അത്തരം ഒരു വാശിയേറിയ മത്സരം നടക്കുമ്പോഴാണ് ഇത്തരം പോളിംഗ് ശതമാനത്തിൽ വലിയ വർധനമുണ്ട്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകളൊക്കെ പരിശോധിച്ചാൽ ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. മാത്രമല്ല കേരളത്തിൽ ഇരുന്ന് ചിന്തിക്കുമ്പോൾ മാത്രമാണ് വലിയ തീവാർന്ന പോരാട്ടം നടക്കുന്നുവെന്ന് പലപ്പോഴും തോന്നിക്കുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും നമുക്ക് അവിടെയുള്ള സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോൾ, അവിടുത്തെ സ്വദേശികളുമായി സംസാരിക്കുമ്പോൾ അവർക്കാർക്ക് തിരഞ്ഞെടുപ്പ് കാര്യമായ ഒരു മത്സരമായി ഫീൽ ചെയ്യുന്നില്ല. കാരണം വൺ സൈഡാണ് പലയിടങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ പേരിന് മാത്രം ചില സ്ഥാനാർത്ഥികളൊക്കെ മത്സരിക്കുന്നുണ്ടെന്നല്ല, ഒരു സിറ്റിംഗ് MPയോ അല്ലെങ്കിൽ അവിടെ മത്സരിക്കാൻ വരുന്ന മറ്റൊരു NDA കാൻഡിഡേറ്റോ ഒന്നും മത്സരിക്കുന്നത്, എതിർ സ്ഥാനാർത്ഥികൾ പേരിന് മത്സരം നടക്കുന്നുണ്ട് മത്സരിക്കുന്നതല്ലാതെ കാര്യമായ ഒരു മത്സരം അവിടെ അങ്ങ് നടക്കുന്നതായി അവിടെയുള്ള ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. P. അനിൽകുമാർ കൂടി നമുക്ക് ചെയ്യുന്നുണ്ട്. പ്രൊഫസർ P. അനിൽകുമാർ, അതായത് BJPക്ക് കിട്ടേണ്ട വോട്ടുകൾ, NDAക്ക് കിട്ടേണ്ട വോട്ടുകൾ, മോദിക്ക് കൊടുക്കാൻ ജനമുദ്ദേശിച്ച വോട്ടുകൾ കൃത്യമായി വോട്ട് പെട്ടിയിൽ എത്തിയെന്നല്ലേ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടും NDAക്ക് ഇത്ര മുന്നേറ്റം ഉണ്ടാകുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു കാര്യമാണ് എന്തുകൊണ്ട് പോളിംഗ് ശതമാനം വലിയ തോതിൽ കുറയുന്നതായിട്ടുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും. ആദ്യ 1-2 ഘട്ട തെരഞ്ഞെടുപ്പുകൾ നടന്ന പ്രദേശങ്ങളിലാണ് ഒരല്പമെങ്കിലും പോളിംഗിൽ വളരെ കുറവ് വന്നിട്ടുള്ളത്. പിന്നീട് മുഴുവൻ തെരഞ്ഞെടുപ്പുകളും നടന്നു കഴിഞ്ഞപ്പോഴേക്ക് ഏതാണ്ട് പോളിംഗ് ശതമാനത്തിൽ 1%, 1.5% വരെയുള്ള വ്യത്യാസമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പോളിംഗ് ശതമാനത്തിൽ ഉണ്ടാകുന്ന വലിയ ഏറ്റക്കുറച്ചിലുകൾ ഒരുപക്ഷെ വലിയ സൂചനകൾ തന്നേക്കാം. പക്ഷേ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഒരു 1.5% കുറവ് എന്ന് പറയുമ്പോൾ BJPക്ക് അല്ലെങ്കിൽ ഭരിക്കുന്ന മുന്നണിക്കെതിരെ അത്ര വലിയ ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ്.
ഇപ്പം ഉദാഹരണമായി എടുത്താൽ ഇപ്പൊ അങ്ങനെ അഥവാ ഏതെങ്കിലും സ്ഥലത്ത് വലിയ തോതിലുള്ള വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോളിംഗ് ശതമാനം ഉയർന്നു നിൽക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ എടുത്തു നോക്കാമെങ്കിൽ ഇപ്പൊ കർണാടകയിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് BJP തകർന്നടിയും BJPക്ക് വളരെ വലിയ ഒരു തിരിച്ചടി കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അവിടുത്തെ പൊളിറ്റിക്കൽ ഡൈനാമിക്സ് കുറെ കൂടെ ഭംഗിയായി വർക്ക് ചെയ്തതിന്റെ ഒരു സൂചനയാണ് അവിടുത്തെ ഉയർന്ന പോളിംഗ് ശതമാനവും അതുപോലെ തന്നെ അവിടുത്തെ BJPക്ക് അനുകൂലമായി ഇപ്പോൾ വരുന്ന വാർത്തകളും. കാരണം എന്താണോ കരുതിയിരുന്നത്, എന്താണോ നമ്മൾ പൊതുവെ വായിച്ചെടുക്കുന്നത്, അതിൽ നിന്നും വിഭിന്നമായൊരു മാറ്റം സംഭവിക്കുമ്പോഴാണ് പോളിംഗ് ശതമാനത്തിൽ വലിയ വ്യത്യാസങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ വെച്ചുകൊണ്ട് ഇത്തവണ പറയുക എന്ന് പറയുന്നത് വളരെ വലിയ സാധ്യമായിട്ടുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് കേരളത്തിലെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ഈ മുൻപൊക്കെ പറയാറുണ്ടായിരുന്നു പോളിംഗ് ശതമാനം കുറഞ്ഞു കഴിഞ്ഞാൽ അത് LDFന് ഗുണം ചെയ്യും, കൂടിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസ് പാർട്ടിക്ക് ഗുണം ചെയ്യും. അത് പറയാനുള്ള ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വോട്ടുകൾ LDFനെ സംബന്ധിച്ചിടത്തോളം അത് കേഡർ പാർട്ടി വോട്ടുകളാണ്. അതുകൊണ്ട് തന്നെ അത് യഥാസമയം പോൾ ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം ഉയർന്നാൽ മാത്രമേ കോൺഗ്രസിന് സാധ്യതയുള്ളൂ എന്നൊക്കെയായിരുന്നു മുൻപൊക്കെ പറഞ്ഞിരുന്നത്. എന്നാൽ 90-കൾക്ക് ശേഷം തുടർച്ചയായി പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം കാണാൻ കഴിയും. പല മണ്ഡലങ്ങളും ഏതാണ്ട് ത്രികോണ മത്സരം കേരളത്തിൽ ഉണ്ടാവുകയും ഇതിന് മാറ്റം വരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനത്തിലെ വർധനവും കുറവും വലിയ ഒരു തരത്തിൽ വ്യത്യാസം വന്നെങ്കിൽ മാത്രമേ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അനുകൂലമായി വലിയ തരത്തിലുള്ള ഒരു ട്രെൻഡായി അത് മാറാൻ സാധ്യതയുള്ളൂ. ഇത്തവണ പോളിംഗ് ശതമാനം പൊതുവേ നമ്മൾ വിലയിരുത്തിയാൽ BJPക്ക് അനുകൂലമായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വലിയ തോതിലുള്ള വ്യത്യാസങ്ങൾ ഇല്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇവിടെ ശ്രീജിത്ത് പണിക്കർ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു 10 വർഷത്തോളം ഇന്ത്യ ഭരിച്ച ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും 250 സീറ്റെങ്കിലും പിടിച്ച് മുന്നോട്ട് വരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു വിജയമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. മറ്റ് പല പാർട്ടികളും സമയപരിമിതി ഉള്ളതുകൊണ്ടും 2-3 ഗസ്റ്റുകൾ ഞങ്ങളെ കാത്തിരിക്കുന്നതുകൊണ്ട് മാത്രം ഇടപെടുകയാണ്. വളരെയധികം നന്ദി പ്രൊഫസർ P. അനിൽകുമാർ, ഇത്രയും നേരം ഞങ്ങൾക്കൊപ്പം നിന്നതിന്. സന്ദീപ് വാര്യർ BJP നേതാവ് ഒപ്പം ചേരുന്നുണ്ട്. ഒരു ഇടവേള ആവശ്യപ്പെടുന്നുണ്ട്. അതിന് മുൻപ് ഒരു ചെറിയ കണക്കൂടി പരിശോധിച്ചാൽ ഓരോ ഘട്ടം തിരിച്ചുള്ള കഴിഞ്ഞ 2019-ലെയും 2024-ലെ ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്ന സീറ്റുകളും ഓരോ ഘട്ടമായി തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു ഫലം കൂടി വന്നത്. ജൻ കി ബാത്താണ് ആ സർവേ പുറത്തുവിട്ടിരിക്കുന്നത്. ഒന്നാം ഘട്ടത്തിൽ 102 മണ്ഡലങ്ങൾ 21 സംസ്ഥാനങ്ങളിലായി നടന്ന 102 സീറ്റുകളിലേക്ക് നടന്ന മത്സരത്തിൽ 2019 BJPക്ക് ലഭിച്ചത് 39 വോട്ടാണ്. 2024-ലെ ഇപ്പോഴത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം 49 മുതൽ 54 സീറ്റ് വരെ അവിടെ മുന്നേറ്റമാണ് പറയുന്നത്. ഒപ്പം രണ്ടാം ഘട്ടത്തിലേക്ക് വന്നാൽ 88 സീറ്റുകളിലേക്കാണ് നടന്നത്. 13 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ അന്ന് BJPക്ക് ലഭിച്ചത് 52 ആണ്. ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നത് 48 മുതൽ 52 വരെയാണ്. അവിടെയും കാര്യമായ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. മൂന്നാം ഘട്ടത്തിലേക്ക് വന്നാൽ അന്ന് 94 സീറ്റുകളിൽ 72 ആണ് BJPക്ക് ലഭിച്ചത്. ഇത്തവണ അത് 74 മുതൽ 77 വരെയാകും. നാലാം ഘട്ടത്തിലേക്ക് വന്നാൽ 42 ആയിരുന്നത് 51 മുതൽ 54 വരെയായി ഉയരും. അഞ്ചാം ഘട്ടത്തിൽ 32 ആയിരുന്നത് 34 വരെ ഉയരാം. ആറാം ഘട്ടത്തിൽ 40 ആയിരുന്നത് 47 വരെ. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം അവസാന ഘട്ടത്തിലാണ്. അവസാന ഘട്ടത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ 25 മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 57 മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 2019-25 ആയിരുന്നെങ്കിൽ അത് 28 ആയി വരും. അതായത് ഓരോ ഘട്ടത്തിലും ഓരോ പ്രദേശങ്ങളിലും കൃത്യമായ സീറ്റ് വർധനവ് NDAക്ക് എല്ലാ സർവേയും ഒരേപോലെ പ്രവചിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിൽ ഉൾപ്പെടെ വലിയ മുന്നേറ്റം പ്രഖ്യാപിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഒപ്പം ദക്ഷിണ ഭാരതത്തിൽ ബോണസായി കുറച്ച് സീറ്റുകൾ കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്തരം സർവേകളും കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതൽ സീറ്റ് NDA സഖ്യം നേടുമെന്ന് പറയുന്നു. മറുവശത്ത് രാഹുലും മമതയും കേജ്രിവാളും ശരത് പവാറും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഞങ്ങളിതാ ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞു. ഇന്ത്യ സഖ്യം ഒന്നുമാകുന്നില്ല, എന്നൊരു സൂചന ഭാരതത്തിന്റെ ഭാവി. അതെ, എനിക്ക് പാർട്ടിയിലേക്ക്, ഒറ്റ മുന്നണിയിലേക്ക്, ഒറ്റ സഖ്യത്തിലേക്ക് 2014 ശേഷം ഏറെക്കുറെ ആ ദിശയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ ഇന്ത്യ സഖ്യം എന്നൊക്കെ പറയുന്നത് ഫോട്ടോ എടുക്കാനും ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാനും മാത്രമാണോ എന്ന് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ മാത്രം മുൻനിർത്തി പറയുന്നത്. എക്സിറ്റ് പോൾ ചർച്ചകളിൽ പങ്കെടുക്കണമെന്നുള്ള കാര്യത്തിൽ പോലും കോൺഗ്രസ് പറഞ്ഞതല്ല ഇന്ത്യ സഖ്യം ഒരു മീറ്റിംഗ് പിന്നീട് പറയുന്നത് ഉണ്ടായിരുന്നു. ഏതായാലും ഒരു ഇടവേള കൂടി വേണം. ഇടവേള കഴിഞ്ഞ് തിരിച്ചു വരാം.